ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫേസ് യുവർ എക്സാംസ്. ഈ വീഡിയോയിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓൺടർപ്രണേഴ്സിൻ്റെ ലാസ്റ്റ് ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഇൻസെൻറ്റീവ്സ്, സബ്സിഡി. ഈ രണ്ട് ഏരിയാസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻസെൻറ്റീവ്സിൽ എന്താണ് ഇൻസെൻറ്റീവ്സ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസെൻറ്റീവ്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ്, ദെൻ സബ്സിഡി, വേരിയസ് ടൈപ്സ് ഓഫ് സബ്സിഡി. ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇൻസെൻറ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇൻസെൻറ്റീവ് ഈസ് ദ ഫിനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ടു ദ ഇൻഡസ്ട്രീസ് ഫോർ ബൂസ്റ്റിംഗ് അപ്പ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ ഓൾ റീജിയൻസ്, പെർട്ടിക്കുലർലി ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻ ഓർഡർ ടു ബൂസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് വരാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് വരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫിനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും ബാക്ക്വേർഡ് ഏരിയാസിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ റൂറൽ ഏരിയാസിലൊക്കെ കൂടുതൽ ഇൻഡസ്ട്രീസ് വരാനും ഈക്വലി റൂറൽ അർബൺ ഏരിയയിൽ ഒരുപോലെ ഡെവലപ്മെൻറ്റ്സ് വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. The object of incentive is to motivate an entrepreneur to start new ventures in larger interest of the nation and society. Incentives include concession, subsidies and bounties. ദാറ്റ് ഈസ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ ഓൺടർപ്രണേഴ്സ്, പുതിയ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സൊസൈറ്റിയുടെയും രാജ്യത്തിൻ്റെയും വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻസെൻറ്റീവ്സിൽ കൺസെഷൻസ് വരും, സബ്സിഡി വരും, ബൗണ്ടീസ് വരും. ഇതെല്ലാം ഇൻസെൻറ്റീവ്സിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസെൻറ്റീവ്സ് ആണ്. സോ നോക്കാം. ഫസ്റ്റ് വൺ, ഡീസെൻട്രലൈസേഷൻ ഓഫ് ഇക്കണോമിക് പവർ. ദാറ്റ് ഈസ് incentives encourage prospective entrepreneurs to take up industrial ventures. ഓക്കെ, കൂടുതൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതോടെ തന്നെ എൻ്റർപ്രണറിയൽ ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഉള്ളവർക്ക് അത് അങ്ങോട്ട് എത്താനായിട്ട് കൂടുതൽ താല്പര്യം കൂടും. അവർ പുതിയ വെഞ്ചേഴ്സ്, ബിസിനസ് യൂണിറ്റ്സ് ഒക്കെ തുടങ്ങും. അങ്ങനെ എക്കണോമിക് പവർ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് എല്ലാ ഏരിയയിലേക്കും എത്തും. ഫ്യൂ ഹാൻഡ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് പവർ എല്ലാ ഏരിയയിലേക്കും, അർബൺ ഏരിയയിലും റൂറൽ ഏരിയയിലും എല്ലാം ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നെക്സ്റ്റ് വൺ ആണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏത് ജിയോഗ്രഫിക് ഏരിയയിലാണെങ്കിലും, ബാക്ക്വേർഡ് ഏരിയ ആണെങ്കിലും അവിടെ കൂടെ ഇൻഡസ്ട്രീസ് വന്ന് അവിടെയും റീജിയണൽ ആയിട്ടുള്ള ആ ഏരിയാസിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായി ഈക്വൽ ഡെവലപ്മെൻറ്റ് എല്ലായിടത്തും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് ഹെൽപ്ഫുള്ളാണ്. ദെൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടെക്നോളജി. That is, incentives helps in transformation of traditional technology into modern technology. ട്രഡീഷണൽ ആയിട്ട് പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്ന ടെക്നോളജികളൊക്കെ മാറ്റി പുതിയ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇൻസെൻറ്റീവ്സും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ഓവർകംസ് ഡിഫിക്കൽട്ടീസ്. The package of incentives and concessions are given to entrepreneurs for setting up units both in backward as well as developed districts, but generally it is given for setting up units in backward area. അതായത് ഈ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഏരിയയിലും അതുപോലെ തന്നെ ഡെവലപ്ഡ് ഏരിയയിലേക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ബാക്ക്വേർഡ് ഏരിയയിൽ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം അവിടെ റിസോഴ്സസ് അവൈലബിൾ ആവണമെന്നില്ല, മെഷീനറീസ് അവൈലബിൾ ആവണമെന്നില്ല, വർക്കേഴ്സ് അവൈലബിൾ ആവണമെന്നില്ല. സോ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ജനറേറ്റ്സ് ഇൻഡസ്ട്രിയലൈസേഷൻ. രാജ്യത്ത് കൂടുതൽ ഇൻഡസ്ട്രീസ് വരാനും ഇൻഡസ്ട്രിയലൈസേഷൻ കൂടാനും ആക്സലറേറ്റ് ചെയ്യാനും ആക്സലറേറ്റ് ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ കൺട്രി. ഇതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്ഫുള്ളാണ്. ദെൻ എൻകറേജ് എൻ്റർപ്രണർഷിപ്പ്. കൂടുതൽ ആൾക്കാർ ഈ എൻ്റർപ്രണറിയൽ ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് സഹായിക്കുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ടു ഓവർകം കോമ്പറ്റീഷൻ. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രമല്ല കോമ്പറ്റീഷൻ ഉണ്ടാവുക, ഇൻ്റർനാഷണൽ ലെവലിൽ വരെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു കോമ്പറ്റീഷനൊക്കെ ഓവർകം ചെയ്യാനും മാർക്കറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടും ഇൻസെൻറ്റീവ്സ് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഏരിയ പറയുന്നുണ്ട് നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നീഡ് ഫോർ ഇൻസെൻറ്റീവ്സും ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെൻറ്റീവ്സും. എന്നാലും ജസ്റ്റ് പോയിൻറ്റ്സ് പറയാം. ഫസ്റ്റ് വൺ ആണ് ടു റിമൂവ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതിൽ റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ടാവാതിരിക്കുക. അതായത് ബാക്ക്വേർഡ് ഏരിയയും ഫോർവേഡ് ഏരിയയും ഒരുപോലെ ഡെവലപ്പ് ചെയ്യുക.
ദെൻ ടു പ്രൊമോട്ട് ഓൺടർപ്രണർഷിപ്പ്, കൂടുതൽ ആൾക്കാർ എൻ്റർപ്രണറിയൽ ഏരിയയിലേക്ക് വരിക, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതലായിട്ട് രാജ്യത്തുണ്ടാവാൻ വേണ്ടിയിട്ടും ഇൻസെൻറ്റീവ്സിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ദെൻ ടു പ്രൊവൈഡ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. വലിയ ഫേംസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കോമ്പറ്റീഷനിൽ നിന്ന് സർവൈവ് ചെയ്യാനും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇൻസെൻറ്റീവ്സ് ആവശ്യമാണ്. ദെൻ ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ്, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ബിസിനസ് കൂടുതൽ ബിസിനസ്സുകൾ വരുന്നതോടുകൂടെ എംപ്ലോയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. സോ ഇതാണ് നീഡ് ഫോർ ഇൻസെൻറ്റീവ്സിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ്. ഇൻസെൻറ്റീവ്സ് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് ഫിനാൻസ്, എങ്ങനെയാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. സോ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്, മണി ടേംസിൽ, അതായത് പൈസയായിട്ട് തന്നെ ആൾക്കാർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നുണ്ടാവുക, അതർ ബെനിഫിറ്റ്സ് ലൈക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആയിരിക്കാം, മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ആയിരിക്കാം, ഇങ്ങനെയുള്ള രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷനാണ് കൺസെഷൻ, സബ്സിഡി ആൻഡ് ബൗണ്ടി. എന്താണ് കൺസെഷൻ? കൺസെഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൈൻ എമൗണ്ട് അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യുക, പകരം ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ചില ഫീസൊക്കെ കൊടുക്കാനുണ്ടാവും, ആ ഫീസിൽ ചില ഇളവുകളൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൺസെഷൻ മീൻസ് ചാർജിങ് ഓഫ് ലെസ് ഫീസ് ഫോർ സർവീസസ് ടു ഇനേബിൾ ദ എൻ്റർപ്രൈസസ് ടു കോമ്പീറ്റ് വിത്ത് അതേഴ്സ്. അതായത് എല്ലാവരും കൊടുക്കുന്ന പോലെ പലതരത്തിലുള്ള ഫീസുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. സോ ഈ ഒരു ഫീസ് കൊടുക്കുന്നതിൽ ചെറിയ ഇളവ് കൊടുക്കുക, കൺസെഷൻ കൊടുക്കുക, അതാണ് കൺസെഷനിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ആണ് സബ്സിഡി. സബ്സിഡി ഡിനോട്ട്സ് എ സിംഗിൾ ലംസം, ഒരു ലംസം എമൗണ്ട് ആണ്. അത് ഒരു പ്രാവശ്യം ഗവൺമെൻറ് കൊടുക്കുന്നു ടു കവർ ദ കോസ്റ്റ്. എന്തെങ്കിലുമൊക്കെ ചിലവുകളുണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നതിനാണ് സബ്സിഡി എന്ന് പറയുന്നത്. Then next one ആണ് bounty. The term bounty denotes bonus or financial aid which is given by the government to the industry to help it compete with other units in home market or in foreign market. ഹോം മാർക്കറ്റിലും അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റിലും ഇൻഡസ്ട്രീസിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ എയ്ഡിനെയാണ് ബൗണ്ടി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ടാക്സ് റിലേറ്റഡ് ഇൻസെൻറ്റീവ്സ്, അല്ലെങ്കിൽ ടാക്സ് ബേസ്ഡ് ചെയ്തിട്ട് ഇൻസെൻറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. ഓക്കെ, ആ ടേമിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് അല്ലാതെ പല രീതിയിൽ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സിനെയാണ് നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആർ ഇൻസെൻറ്റീവ്സ് ബേസ്ഡ് ഓൺ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവർ കുറേ ടാക്സും ഡ്യൂട്ടീസും ഒക്കെ കൊടുക്കേണ്ടി വരും. അതിൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന കൺസെഷൻസ്, ഇളവുകൾ, ഇതൊക്കെയാണ് ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ റിബേറ്റ്, റീഫണ്ട്, എക്സംഷൻ, ടാക്സ് എക്സംഷൻ, ഇതൊക്കെയാണ് ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സിൽ വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇൻസെൻറ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. 3 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. സെക്കൻഡ് കാറ്റഗറി കൺസെഷൻ, സബ്സിഡി ആൻഡ് ബൗണ്ടി. തേർഡ് കാറ്റഗറി ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സബ്സിഡി എന്താണെന്നുള്ളതാണ്. സോ സബ്സിഡി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു സിംഗിൾ ലംസം എമൗണ്ട് ആണ്. ഗവൺമെൻറ് എൻ്റർപ്രണേഴ്സിന് അവരുടെ ചിലവുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ലംസം എമൗണ്ട് ആണ് സബ്സിഡി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സബ്സിഡികളുണ്ട്, പല പേരിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സബ്സിഡിയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടി, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, മെഷീനറീസൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്സിഡി സ്കീമാണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം. ഇത് മെയിനായിട്ടും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അവരുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം. ഇതിൽ 15% ഓഫ് ക്യാപിറ്റൽ സബ്സിഡി ടു SSI യൂണിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 15% സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് സബ്സിഡി ടു അക്വയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം.
That is, with the increasing global market, there is a need for quality standards for MSME unit to compete in the market. That is, global market compete ചെയ്യുന്ന സമയത്ത് MSMEs ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫുൾഫില്ല് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ISO സർട്ടിഫിക്കേഷനിൽ കൊടുക്കുന്ന സബ്സിഡീസ് ഉണ്ട്. അതാണ് സബ്സിഡി ടു അക്വയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. നെക്സ്റ്റ് വൺ ആണ് സബ്സിഡി ഫോർ പേറ്റൻറ്റ് കോസ്റ്റ്. ദാറ്റ് ഈസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഇന്നൊവേഷൻസ് നടത്തുമ്പോൾ അവരുടെ ഇന്നൊവേഷൻസ് ഒക്കെ പേറ്റൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സബ്സിഡിയാണ് സബ്സിഡി ഫോർ പേറ്റൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സബ്സിഡി ഫോർ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിന് അവരുടെ എക്യുപ്മെൻറ്റ്സ് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡിയാണ് സബ്സിഡി ഫോർ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. നെക്സ്റ്റ് വൺ ആണ് സബ്സിഡി ഫോർ ബാക്ക്വേർഡ് ഏരിയാസ്. ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസിന് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സബ്സിഡി. ദെൻ ട്രാൻസ്പോർട്ടേഷൻ സബ്സിഡി ഉണ്ട്. ദാറ്റ് ഈസ് ഹില്ലി ഏരിയാസിൽ ഡിഫിക്കൽട്ടായിട്ട് എത്തിച്ചേരാൻ വേണ്ടി ഡിഫിക്കൽട്ടിയുള്ള നോൺ ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഇൻഡസ്ട്രീസ് സ്ഥാപിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് വരാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡിയാണ് ട്രാൻസ്പോർട്ടേഷൻ സബ്സിഡി. ഒരു ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 50% to 90% ആണ് സബ്സിഡി ആയിട്ടൊക്കെ കൊടുക്കുക. ഇങ്ങനെ കുറേ സബ്സിഡീസ് ഉണ്ട്, വേരിയസ് ടൈപ്സ് ഓഫ് സബ്സിഡി. ഞാൻ കുറച്ച് സബ്സിഡീസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇൻസെൻറ്റീവ്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, നീഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ്, എന്താണ് സബ്സിഡി ആൻഡ് ടൈപ്സ് ഓഫ് സബ്സിഡി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, തേർഡ് മൊഡ്യൂൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തേർഡ് മൊഡ്യൂൾ ഈസ് അബൌട്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. അതെന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. ഓക്കെ, താങ്ക്